കേറി വാ. വാമേ, അങ്ങോട്ടിരി. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. ഓ, ഈ കുടിസ് റൂമിൽ എങ്ങനെ താമസിക്കുന്നു? ഓ, എളുപ്പം വന്നങ്ങ് സീറ്റ് പിടിച്ചല്ലോ. ഞങ്ങള് പെണ്ണ് കാണാനൊന്നും വന്നതല്ല. ഇവന് ഭയങ്കര ബഹളം ഇതുവഴി പോയപ്പോ ഇവിടെ കയറണമെന്നും പറഞ്ഞു അങ്ങനെ വന്നതാ. മോളെ മോളെ, ദാ വരുന്ന അമ്മച്ചി, കുറച്ചുകൂടെ ഒരുങ്ങാനുണ്ട്, തീർത്തിട്ട് വരാം. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമനാളെ. ഇന്നാ അമ്മേ ചായ. എനിക്ക് വേണ്ട ചായ. കുടിക്കമ്മേ. അപ്പം എങ്ങനെയാ കുട്ടികളുടെ കാര്യങ്ങള്? കുട്ടികളുടെ ഇഷ്ടം നമുക്ക് നടത്തി കൊടുത്താലോ? ഓ, ഇനിയിപ്പൊ എന്തോ പറയാനാ? അവൻ എവിടെ കെട്ടത്തോളെന്നും പറഞ്ഞു ഒറ്റക്കാലിൽ ദിവസം ചെയ്യുമായിരിക്കും. ഇനിയിപ്പൊ അങ്ങനെ നടക്കട്ടെ. ഒരുപാട് ജോലി തിരക്കുള്ള വീടാ. അതൊക്കെ കണ്ടും കേട്ട് എന്റെ ചിട്ടയ്ക്കൊക്കെ നിൽക്കാമെങ്കിൽ ഇവരുടെ കല്യാണം ഒരു നല്ല മുഹൂർത്തം നോക്കി നമുക്ക് നടത്തും. വേണ്ട വേണ്ട, കുറ്റിയിടല്ലേ. അമ്മയോട് ചോദിച്ചിട്ട് കുറ്റിയിട്ടാ മതി. അത് പിന്നെ മോനെ അറിയത്തില്ലയോ അമ്മയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നതൊക്കെ പേടിയാണെന്ന്. നമ്മുടെ പുറത്തല്ലേ ഉള്ളു ബാത്റൂം, പിന്നെ നിങ്ങളുടെ അകത്തല്ലേ, നിങ്ങളുടെ റൂമിനകത്തല്ലേ ബാത്റൂം ഉള്ളത്. അതുകൊണ്ട് കതക് ചാരിയിട്ടാ മതി. മക്കള് കിടന്നോ? അമ്മ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ അവിടെ വെച്ച് പൊട്ടിക്കാടി. ഇതെന്റെ പാത്രം, ഇതെന്റെ മോന്റെ പാത്രം, പിന്നെ ഇതെന്റെ ഗ്ലാസ്, ഇത് എൻ്റെ മോന്റെ ഗ്ലാസ്. നിനക്ക് പാത്രം ഗ്ലാസ്സും ഒക്കെ വേണം, ഇത് അവിടെ ഇരിപ്പുണ്ട്, അതൊന്നും എടുത്തോ. രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിക്കണം. മുടി കെട്ടി വെച്ചിട്ടേ അടുക്കള കയറാവുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് ചെറിയ ഭരണിയിലാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ശരി അമ്മേ. എന്നാ പിന്നെ മുടി കെട്ടി വെച്ചിട്ട് തുടങ്ങിക്കോ. അതമ്മേ, ഞാൻ കുളിച്ചതാ, മുടി നനഞ്ഞിരിക്കുവാ. അത് പറ്റില്ല, നനഞ്ഞ മുടി കെട്ടിയേ പറ്റത്തുള്ളൂ. ദോഷമോ അമ്മേ, നനഞ്ഞ മുടി കെട്ടി വെച്ചാല്? ഒരു കാര്യം ചെയ്യാം, ഇന്ന് അമ്മ തന്നെ എല്ലാ ജോലിയും.